ജോലി കഴിഞ്ഞ് ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങുന്ന സാന്ദ്രയുടെ കാർ ഒരു കുഞ്ഞിനെ ഇടിച്ചു വീഴ്ത്തുന്നു. കുഞ്ഞിനെ സാന്ദ്ര ആശുപത്രിയിലെത്തിക്കുന്നു. ആശുപത്രി നടപടികളുടെ ഭാഗമായി കുഞ്ഞിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിനിടയിൽ സാന്ദ്ര കുഞ്ഞിന്റെ പേര് മാമാട്ടി എന്ന് നൽകുന്നു. വ്യവസായ പ്രമുഖനായ സുരേഷ് മേനോൻ സാന്ദ്ര തന്റെ മകളാണെന്ന സത്യം തുറന്നു പറയാനാവാതെ വിഷമിക്കുന്നു. ആശുപത്രിയിൽ മാമാട്ടിയെ കാണാനെത്തുന്ന സുരേഷ് മേനോനോട് സാന്ദ്ര കയർക്കുന്നു. മാമാട്ടിയെ തേടി അവകാശികളാരും വരാത്തതുകൊണ്ട് മാമാട്ടിയുടെ സംരക്ഷണം താൻ ഏറ്റെടുക്കുന്നതായി സാന്ദ്ര പ്രഖ്യാപിക്കുന്നു. സുരേഷ് മേനോന് അതൊരു ഷോക്കായി മാറുന്നു. മാമാട്ടിയും സാന്ദ്രയും തമ്മിലുള്ള ബന്ധം പിരിയാനാവാത്ത വിധം ദൃഢമാകുന്നു. മാമാട്ടിയെ സാന്ദ്രയിൽ നിന്നും എങ്ങനെയും അകറ്റണമെന്ന് വസുന്ധരയോട് സുരേഷ് മേനോൻ ആവശ്യപ്പെടുന്നു. ഇതിനിടയിൽ മാമാട്ടിയെ പിന്തുടർന്നെത്തുന്ന ഒരു അജ്ഞാത സ്ത്രീ മാമാട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നു. തുടർന്ന് കാണുക. സ്ത്രീ എന്നെ കൊണ്ടുപോകാൻ നോക്കി. പുറത്തിറങ്ങിയ പ്രശ്നമാണല്ലോ മോളെ. ആരാ ഇവരൊക്കെ? എനിക്ക് പേടിയാവുന്നമ്മ. എന്നെ തനിച്ചാക്കി അമ്മ എങ്ങോട്ടും പോവല്ലേ? ഇല്ല മോളെ, പപ്പി, ഞാനിങ്ങനെ കാത്തിരിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. രാവിലെ എത്തിയതല്ലേ ഞാൻ. ഇത്രയും സമയമായിട്ടും അയാൾക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ എന്താ കരുതേണ്ടത്? അയാൾക്ക് ഇതിൽ താല്പര്യമില്ല. അങ്ങനെയല്ല അങ്കിൾ, അച്ഛനെ കാര്യത്തില് ഒരു താല്പര്യക്കുറവുമില്ല. സുരേഷ് ആണെങ്കിൽ ഇതുവരെ ഇക്കാര്യത്തെ കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടില്ല. സംസാരിച്ചതൊക്കെ നിന്റെ അമ്മ മാത്രമാ. ഞാനും സംസാരിക്കുന്നുണ്ടല്ലോ. നിന്റെ കല്യാണക്കാരും നീയാണോ സംസാരിക്കേണ്ടത്? അതല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തായാലും അങ്കിൾ അല്പം കൂടി ക്ഷമ കാണിക്ക്. അച്ഛൻ എന്തൊക്കെയോ തിരക്കുകളിൽ പെട്ടുപോയതുകൊണ്ടായിരിക്കും എത്താൻ വൈകുന്നത്. രാവിലെ മുതൽ ഞാൻ അയാളെ കാത്തുകൊണ്ടിരിക്കുകയല്ലേ. മക്കളുടെ വിവാഹക്കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരാള് ഇങ്ങനൊക്കെയാണോ പെരുമാറേണ്ടത്? തെറ്റിദ്ധരിക്കില്ല അങ്കിളെ, അച്ഛൻ ഇപ്പൊ എത്തും. ഓഫീസിൽ തിരക്കുകളൊക്കെ ഉണ്ടാവും, അതെന്നും പതിവുള്ളത് തന്നെയാ. അതൊക്കെ പറഞ്ഞ് നീ അച്ഛനെ ന്യായീകരിക്കാൻ നോക്കണ്ട. എന്റെ ആങ്ങൾ എവിടെ ഇരിക്കുന്നുണ്ടെന്നറിഞ്ഞ് മനഃപൂർവ്വം വരാതിരിക്കുന്നത് തന്നെയാ. പണ്ടേ ആളിങ്ങനെയാ. എന്റെ ബന്ധുക്കളോടും എന്റെ ആളുകളോടും പുള്ളിക്ക് ഒരു സ്നേഹമില്ല. നിന്റെ അച്ഛനെ കമ്പനിയോടും ജോലിക്കാരോടും മാനേജർമാരോടും അവരുടെ കുടുംബത്തിനോടും ഒക്കെയാ താല്പര്യം. അതൊക്കെ അവസാനിപ്പിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. എന്തെല്ലാം ജോലികളും ഉത്തരവാദിത്തങ്ങളും മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നറിയാമോ? അതുമല്ലതും അയാൾ അറിയുന്നുണ്ടോ? ഇക്കാര്യത്തിൽ അയാൾക്ക് എന്താണ് ഒരു താല്പര്യക്കുറവ്? അത് ഞാൻ പറഞ്ഞ തന്നെ ഏട്ടാ, എന്നോടുള്ള അവഗണനയാ അങ്ങേരി കാണിക്കുന്നത്. സംഗതി ഇങ്ങനാണെങ്കിൽ ഇക്കാര്യവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോണോ? എനിക്കിപ്പോ അങ്ങനെയാ തോന്നുന്നത്. അയ്യോ, ഏട്ടൻ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞാനും മോളും അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന കാര്യം ഇത്. അങ്ങനെ നീയും മോളും മാത്രം ആഗ്രഹിച്ചതുകൊണ്ടായില്ലല്ലോ. ഇത് പിള്ളേരുകളിയല്ല, കല്യാണക്കാര്യമാണ്. അതിന് അതിൻ്റെതായ ഗൗരവം വേണം. ഗൗരവമൊക്കെ ഉണ്ടെങ്കിലേ അച്ഛൻ ഒന്നെങ്കിൽ വന്നോട്ടെ. അച്ഛൻ വരില്ല മോളെ, എനിക്കറിയാം എവിടെയുണ്ടെന്ന്. പപ്പേട്ടാ, നമുക്കൊന്ന് എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് ചെന്നാലോ? അവിടെ ഉണ്ടാവും പുള്ളി. അതിപ്പോ എന്തായാലും മെനക്കെട്ടില്ലേ? നിങ്ങൾ പോയി റെഡിയായി വാ. ചെല്ല. അളിയൻ ഇവിടെ തന്നെ ഉണ്ട്. വാ.
ഓഹോ, എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വന്ന് ഒളിച്ചിരുന്നാൽ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചു അല്ലേ? താൻ വരുമെന്ന് വിചാരിച്ച് രാവിലെ മുതൽ ഞാൻ അവിടെ കാത്തിരിക്കുക. വിളിച്ച ഫോണെങ്കിലും ഒന്നെടുത്തുകൂടെ? എത്ര പ്രാവശ്യം ഞാൻ ഓഫീസിലേക്ക് വിളിച്ചു. ഞാൻ ഏട്ടനോട് പറഞ്ഞത് മനസ്സിൽ എന്തെങ്കിലും വിഷമം തട്ടിയാ അപ്പൊ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വെച്ച് പിടിക്കുമെന്ന്. ഇവിടെ ആവുമ്പോ എന്റെ മോളുടെ ശല്യമില്ലല്ലോ. ഓഫീസിലിരുന്നിട്ട് ഒരു മനസ്വസ്ഥതയില്ല. അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാണല്ലോ ഇന്നത്തെ ദിവസം നമുക്ക് ഒഴിവാക്കാമെന്ന്. അളിയൻ നിർബന്ധിച്ചോണ്ടാ ഞാനിതിന് സമ്മതിച്ചു തന്നെ. മറ്റൊരു ദിവസത്തേക്ക് ആക്കിയിരുന്നെങ്കിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. അതിന് നിങ്ങളുടെ ഭാര്യ അവിടെ കിടന്ന് കയർ പൊട്ടിക്കല്ലേ. ഉടനെ വരണമെന്നും പറഞ്ഞ് എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല. അത് അളിയൻ അറിയാവുന്ന കാര്യമല്ലേ. അങ്ങോട്ട് കണ്ണടച്ചാൽ മതിയായിരുന്നു. എനിക്കതിന് പറ്റുമോ? ഇവൾ എന്റെ പെങ്ങളായി പോയില്ലേ. പിന്നെ സഞ്ജയ് ഉടനെ തന്നെ ഇങ്ങെത്തും. അവൻ എത്തിയ പാടെ പിടിച്ചു നിർത്തി കല്യാണം കഴിപ്പിച്ചില്ലെങ്കിൽ അവൻ അവന്റെ പാട് നോക്കി പോവും. എവിടെയാ ചെന്ന് കയറുക എന്ന് പറയാൻ പറ്റില്ല. ആ, വിദേശത്ത് പഠനം നടത്തുന്നവരൊക്കെ ഈ ഒരു സ്വഭാവക്കാരായിരിക്കും. നമ്മുടെ നാട്ടിലെ സംസ്കാരത്തിൽ നിന്നൊക്കെ വിട്ടുള്ള ജീവിതമല്ലേ, ശൈലി മാറിപ്പോവും. പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവനെ കാനഡയ്ക്ക് വിട്ടത്. ആയുഷ്കാലം അവിടെ നിലയുറപ്പിക്കാനല്ല. നമ്മുടെ നാട് വിട്ടുള്ള ജീവിതമൊന്നും വേണ്ട. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്ത് ഏർപ്പാടുകൾ? ഡോക്ടർ ഡിഗ്രി എടുത്തിട്ടുള്ള വരവാണ്. അതിന് തക്ക വിധത്തിലുള്ള ഏർപ്പാടുകളാണ്. ഓഹോ, അപ്പോ സഞ്ജയ്ക്ക് വിദേശത്ത് ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് ചുരുക്കം. ആ, അത് തന്നെ. ആ, ഇവിടെയും നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ. അതെ അതെ. എടോ, അതിലൊരെണ്ണം ഇഞ്ഞു വാങ്ങാമെന്ന് വിചാരിച്ചു. ഓഹോ, ഏത് ഹോസ്പിറ്റലാ? ടൗണിലുള്ള ഓർത്തഡോക്സ് ഹോസ്പിറ്റൽ. ഓ, ആ ഹൈവേയുടെ സൈഡിലിരിക്കുന്നത്. ആ അതെ, അത് തന്നെ. ഹൗസ് സർജൻസ് കഴിഞ്ഞാൽ ദേവുവിനും അവിടെ പ്രാക്ടീസ് ചെയ്യാം. രണ്ടുപേർക്കും കൂടി ആശുപത്രി നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇത്രയും നേരം അവിടെ കാത്തിരുന്നതും വലിച്ചു കയറി ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ അളിയൻ പറഞ്ഞ കാര്യം വളരെ നല്ലത് തന്നെ. ഹോസ്പിറ്റൽ ഒരു നല്ല ബിസിനസ്സാ. സഞ്ജയ് MD ഡിഗ്രിക്കാരനാ. ദേവുനി MD എടുക്കുമല്ലോ. രണ്ടുപേരും അവിടെ ശോഭിക്കും അല്ലേ ഏട്ടാ? പിന്നെ ആ, ഇതൊക്കെയാണ് നമ്മുടെ പ്ലാനിങ്. നിങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തോ. ഫൈനൽ തീരുമാനം എന്നെ അറിയിച്ചാൽ മതിയല്ലോ. ഇവിടുത്തെ നയപരമായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അളിയന്റെ പെങ്ങള് തന്നെയാ, ഞാനല്ല. ഇവൾക്കാണല്ലോ അതിനുള്ള പവറും റൈറ്റും. അളിയൻ വാ. ഗുഡ് മോർണിംഗ് മാഡം. അടൂർ RDO അല്ലേ? അതെ, ഫ്രാൻസിസ് ജോർജ്. മാഡം, ഇന്നലെ രാത്രി 8:30-ക്കാണ് എനിക്കൊരു മെയിൽ വന്നത്. അടൂരിന്ന് മൂവാറ്റുപുഴ വന്ന് ചാർജ് എടുക്കണമെന്ന്. അതും ഇന്ന് രാവിലെ തന്നെ. അസ്യൂംഡ് ചാർജ് എന്ന് വെച്ചാൽ മാഡത്തിനെ ഈ പോസ്റ്റിൽ നിന്ന് മാറ്റി സ്വന്തം നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തു എന്ന്. എനിക്ക് ഓർഡർ ഒന്നും കിട്ടിയിട്ടില്ല. ഓർഡർ വന്നിട്ടുണ്ടാവും. മാഡം മെയിൽ ചെക്ക് ചെയ്ത് കാണില്ല. ഇത്ര അർജന്റായിട്ട് ഒരു നടപടിയുടെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ഏതാനും മണിക്കൂറുകൾക്കകം ഇവിടെ എത്തി ചാർജ് എടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻ എനിക്ക് വരണമെങ്കിൽ മാഡത്തിനെതിരെ മുകളിൽ നിന്ന് ആരോ പ്രവർത്തിച്ചിട്ടുണ്ടാവും, തിരുവനന്തപുരത്ത് നിന്ന്. മാത്രമല്ല, അയാൾ വളരെ ശക്തനുമാണ്. എന്നാലും ആരായിരിക്കും ഇത്ര വലിയ ശക്തൻ? ഭൂമാഫിയോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ശത്രുതയുള്ള ആരെങ്കിലും ആകാം. എന്തായാലും ചീഫ് മിനിസ്റ്ററുമായി വളരെ അടുപ്പത്തിലുള്ള ആളാണ് ഇത് ചെയ്തിട്ടുള്ളത്. മാഡത്തിന് എന്നോട് അനിഷ്ടമൊന്നും തോന്നരുത്. മാഡം ഇപ്പൊ തന്നെ റിലീവിംഗ് ഓർഡർ സൈൻ ചെയ്യണം. എന്നിട്ട് നാട്ടിൽ പോയി ജോയിൻ ചെയ്യുക. ഉത്തരവുകൾ അനുസരിക്കലാണല്ലോ ഗവൺമെന്റ് സർവന്റിന്റെ കടമ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. എന്ത് ചെയ്യാനാ? മാഡം എന്തായാലും ഒന്ന് അന്വേഷിക്കണം ആരാണ് ഇതിന്റെ പിന്നിലെന്ന്. ആരാണിത് ചെയ്തതെങ്കിലും അയാൾക്ക് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. എന്നെ പോലുള്ളവരോട് പക തീർക്കാൻ ഈ വിധത്തിലുള്ള ആയുധങ്ങളുണ്ടല്ലോ അവരുടെ കയ്യിൽ. ട്രാൻസ്ഫർ ചെയ്യാനേ അവർക്ക് കഴിയൂ, ഇല്ലാതാക്കാൻ കഴിയില്ല.
ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ചീഫ് മിനിസ്റ്ററുടെ PA വഴിയൊന്ന് ശ്രമിക്കാം. എന്റെ ചാനലിന്റെ CEOയ്ക്ക് PAയുമായിട്ട് നല്ല ബന്ധമാ. സത്യത്തിൽ ഇങ്ങനൊരു ട്രാൻസ്ഫർ കിട്ടിയാ ഞാൻ സന്തോഷിക്കുക വേണ്ടത്. എന്റെ നാടും വീടും ഇരിക്കുന്ന സ്ഥലം, അമ്മയോടൊപ്പം ജീവിക്കാം. പക്ഷേ ട്രാൻസ്ഫർ എന്നെ ഇത്രയും വിഷമിപ്പിക്കുന്നതിന് കാരണം വേറെ ചിലതാണ്. വേറെ എന്ത് കാരണം? ഞാൻ എന്റെ കുട്ടിയെ എന്ത് ചെയ്യും? അവളെ കൊണ്ട് വീട്ടിൽ തന്നെ കഴിയാന്ന് വെച്ചാ വീട്ടുകാർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് സ്വാഭാവികമല്ലേ? നിന്റെ ഭ്രാന്ത് മറ്റെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. കുഞ്ഞ് അവരെ സംബന്ധിച്ചിടത്തോളം ആരുമല്ല. അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് തീരെ ശരിയാവില്ല. ഇവിടെ വെച്ച് കിട്ടിയ കുട്ടിയെ ഇവിടെ തന്നെ ഏതെങ്കിലും സംരക്ഷണ കേന്ദ്രത്തിലാക്കുന്നതാ നല്ലത്. അത്ര സിമ്പിൾ ആയിട്ട് കാണേണ്ട കാര്യമല്ല ഇത്. സബ് കളക്ടർ എന്ന പദവി ഉണ്ടെങ്കിലും അവളെ തട്ടിയെടുക്കാൻ ഏത് നിമിഷവും ശ്രമം നടന്നുകൊണ്ടിരിക്കുക. ആരാണ് അവളെ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്? നീ കണ്ടതാണോ? അതൊരു സ്ത്രീയായിരുന്നു. എവിടെ പാർപ്പിച്ചാലും അവൾക്കൊരു സുരക്ഷിതത്വം കിട്ടുക. നാളെ എനിക്ക് ക്വാർട്ടേഴ്സ് ഒഴിയണം, നാട്ടിൽ ചെന്ന് ജോയിൻ ചെയ്യണം. എങ്ങനെ അവളെ കൂടെ നിർത്തി സംരക്ഷിക്കൂ എന്നതാ എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഏത് സാഹചര്യത്തിലായാലും നിന്റെ ഒപ്പം നിൽക്കാൻ ഞാനുണ്ട്. എന്നാൽ കഴിയുന്നൊക്കെ ഞാൻ ചെയ്യും. ഏതായാലും നിനക്ക് നാട്ടിൽ പോയല്ലേ പറ്റൂ. ഏറ്റവും സേഫ് ആയൊരിടത്ത് തന്നെ കുട്ടിയെ നമുക്ക് ഏൽപ്പിക്കാം. നീ എത്ര നിസ്സാരമായിട്ടായി പറയുന്നത്? മോളെ പിരിയെന്നുള്ള കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ. പോകുന്നത് എങ്ങോട്ടാണെങ്കിലും അവൾ എന്റെ കൂടെ തന്നെ കാണും. അതിന്റെ പേരിൽ IAS തെറിച്ചു പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ. എന്റെ സാന്ദ്രേ, നീ വീണ്ടും സില്ലിയായിട്ടാ സംസാരിക്കുന്നേ. തൽക്കാലം ബുദ്ധിപരമായൊരു തീരുമാനം ഉണ്ടാക്ക്. സാഹചര്യങ്ങളെക്കുറിച്ച് നീ പൂർണ്ണ ബോധവതിയാണെങ്കിൽ ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ഞാൻ കളക്ടറെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ. ഒരു ഉറച്ച തീരുമാനം ഉടൻ തന്നെ എടുത്തേ പറ്റൂ. ശരി, ഇതൊന്ന് ബില്ല് ചെയ്തേക്കൂ. അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. അമ്മയ്ക്ക് ദൂരെ ഒരിടത്ത് കോൺഫറൻസിന് പോവേണ്ടി വന്ന മോള് കുറച്ചു ദിവസം ഒറ്റയ്ക്ക് നിൽക്കില്ലേ അമ്മ മടങ്ങിയെത്തും വരെ? അമ്മ ഒറ്റയ്ക്ക് പോവണ്ട. കോൺഫറൻസിന് ഞാനും കൂടെ വരാം. കുറച്ചു ദിവസം എന്നെ കാണാതിരുന്ന അമ്മയ്ക്ക് വിഷമാവില്ലേ? അമ്മ സബ് കളക്ടർ അല്ലേ? കോൺഫറൻസിനൊക്കെ ഒറ്റയ്ക്കല്ലേ പോവേണ്ടത്? അമ്മ കളക്ടർ അല്ലേ? അമ്മ പറഞ്ഞ എല്ലാരും അനുസരിക്കണ്ടേ? അമ്മയോടൊപ്പം മോളും ഉണ്ടാവുമെന്ന് അവരോട് പറയണം. അമ്മയ്ക്ക് കുറെ ദൂരെയാണ് പോകേണ്ടതെങ്കിലോ? മോളും കൂടെ ഉണ്ടാവും. അങ്ങനൊന്നും പറ്റില്ലല്ലോ മോളെ. അങ്ങനെയൊക്കെ പറ്റണോ അമ്മേ? എനിക്ക് പേടിയാ. അമ്മയില്ലെങ്കിൽ ആരെങ്കിലും എന്നെ തട്ടിക്കൊണ്ടുപോകും. എനിക്ക് അമ്മയല്ലാതെ ആരുമില്ല. അമ്മയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. അമ്മ മോളെ വിട്ടു പോവില്ല. ഒരുപക്ഷെ അമ്മയ്ക്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നാലും എന്റെ മോൾ അമ്മയോടൊപ്പം തന്നെ ഉണ്ടാവും. അതുപോരെ? പോരാ, അമ്മ ജോലി ഉപേക്ഷിക്കണ്ട. ഞാനും അമ്മയോടൊപ്പം ഉണ്ടാവും. അതുപോരെ? അത് മതി. മോളിത് കഴിക്കും. നീ ഇവിടെ ഇരുന്നോ കേട്ടോ? അമ്മമ്മയൊന്ന് വിളിക്കട്ടെ. ഇതും കൂടെ വേണേ, 1 കിലോ. ഓ, ഇപ്പോഴെങ്കിലും നീ ഒന്ന് വിളിച്ചല്ലോ മോളെ. അമ്മേ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ വലിയ ടെൻഷനും ആയിരുന്നു. ടെൻഷനോ? അതെന്തു പറ്റി? അത് എനിക്ക് ട്രാൻസ്ഫർ ആയമ്മേ. എങ്ങോട്ട്? നമ്മുടെ നാട്ടിലേക്ക് തന്നെയാ. ആ, അതെയോ? അത് സന്തോഷമുള്ള കാര്യമല്ലേ? ഇതിനാണോ നീ ടെൻഷൻ എന്ന് പറഞ്ഞത്? കൊള്ളാം. നാളെ തന്നെ പുത്തൻകാവിലെ ഭഗവതിക്ക് നെയ്പായസം കഴിപ്പിക്കും ഞാൻ. നാട്ടിൽ തന്നെ ജോലി ചെയ്യാം, അമ്മയോടൊപ്പം താമസിക്കാം. എല്ലാം സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പിന്നെന്താ മോളെ പ്രശ്നം? എന്റെ സംരക്ഷണത്തിലൊരു കുട്ടിയുണ്ടല്ലോ. എന്നെ ഒരു ദിവസത്തേക്ക് പോലും പിരിയാൻ അവൾക്ക് കഴിയില്ല. അവളെ മറ്റെവിടെയെങ്കിലും ഏൽപ്പിക്കാനും എനിക്ക് മനസ്സ് വരുന്നില്ല.
അതാ എന്നെ ഇപ്പൊ അലട്ടുന്ന പ്രധാന പ്രശ്നം. ചിന്തിക്കാനും തീരുമാനം എടുക്കാനും ഒക്കെ മറ്റാരെക്കാളും കഴിവുള്ളവളല്ലേ നീ? എന്നിട്ടാണോ ഇങ്ങനെ? സർവീസിലിരിക്കെ കുട്ടിയെ ഏറ്റെടുത്ത് നിർത്തുന്നതിന്റെ നിയമപ്രശ്നങ്ങളെ പറ്റി ഞാൻ കളക്ടറുമായിട്ട് സംസാരിച്ചു, റവന്യൂ മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചു. ആവശ്യമായ ഒരു ഘട്ടം വരികയാണെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വ്യക്തമായൊരു ഉറപ്പ് കിട്ടാത്തതുകൊണ്ട് മനസ്സിലാകെ അങ്കലാപ്പാണമ്മേ. മോള് ധൈര്യമായിട്ടിരിക്കെ, ദൈവം ശരിയായൊരു വഴി തന്നെ കാണിച്ചു തരും. എന്തായാലും മോൾ ഇങ്ങോട്ട് വരികയാണല്ലോ, അതിൽ പരം ഒരു സന്തോഷം അമ്മയ്ക്കിനി കിട്ടാനില്ല. ശരിയമ്മേ. മോളെ, സാന്ദ്രയ്ക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിന്ന്. ഹോ, താങ്ക് ഗോഡ്. ഇനി എനിക്ക് എന്റെ ചേച്ചിയെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് കിട്ടുമല്ലോ. മാത്രമല്ല, ആ കൊച്ചിൽ നിന്നൊരു മോചനം ഇനിയെങ്കിലും ചേച്ചിക്ക് കിട്ടുമല്ലോ. ദൈവമായിട്ട് ഉണ്ടാക്കി തന്ന ട്രാൻസ്ഫറാ. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി അവളുടെ കാര്യമൊക്കെ ശരിയായിക്കോളും. അമ്മേ, ഇനിയൊരു പക്ഷേ ആ കൊച്ചിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുമോ? ഓ, അത് ശരിയാണല്ലോ. ആ കുട്ടി എന്ത് ചെയ്യും? ചിലപ്പോ കൊണ്ടുവരും മോളെ. അത് പറ്റില്ലമ്മേ. വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ കുട്ടിയല്ലേ അത്. തീർച്ചയായിട്ടും അതിന് ഉറ്റവരും ഉടയവരും ഒക്കെ എവിടെയും ഉണ്ട്. കളഞ്ഞു കിട്ടിയതിനെ ആർക്കും തോന്നിയ പോലെ വളർത്താനോ കൊണ്ടു നടക്കാനോ ഒന്നും പറ്റില്ല. അതിനൊക്കെ വ്യക്തമായ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. ആ പിന്നെ ചേച്ചി വന്നാ പിന്നെ ഒട്ടും സമയം കളയാതെ ഏതെങ്കിലും സുന്ദരൻ ചെറുക്കനുമായിട്ട് കല്യാണം നടത്തി വെക്കാം. അതേ നമുക്ക് ചെയ്യാനുള്ളൂ. കളക്ടർ ഉദ്യോഗത്തിൽ നിന്ന് കുറച്ചുനാൾ ലീവ് എടുത്താലും വേണ്ടില്ല. എന്തായാലും അവളിങ്ങി വരട്ടെ മോളെ, എന്നിട്ട് ആലോചിക്കാം. നീ ആ പച്ചക്കറിയുടെ പൈസ കൊടുക്ക. എന്താടോ? ഒരു വിശേഷം അറിയിക്കാനാ വിളിച്ചേ. എന്താ? മോൾക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിന്ന്. ആഹാ, കൊള്ളാലോ. ഇനി എന്താ പ്രശ്നം? എന്നും മോളെ കാണാലോ. കുട്ടിയെ കൂടെ കൊണ്ടുവരാൻ പറ്റാത്തതിൽ വലിയ വിഷമത്തിലവള്. എന്തിനാ അങ്ങനൊരു വിഷമം? ചെയ്തു കൊടുക്കാവുന്നതിന്റെ പരമാവധി സഹായങ്ങൾ ആ കൊച്ചിന് വേണ്ടി അവൾ ചെയ്തു കഴിഞ്ഞല്ലേ. ഇനി ആ കൊച്ചിനെ അതിന്റെ പാട്ടിന് വിടുന്നതിൽ ഒരു തെറ്റുമില്ല. ആ കുഞ്ഞിനും അവളെ പിരിയാൻ പറ്റാത്ത അവസ്ഥയിലാന്നാ പറയുന്നത്. അതൊക്കെ താൽക്കാലികമായിട്ടുള്ള വികാരങ്ങളല്ലേ. 3-4 ദിവസം കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് മാറും. കുട്ടിയെ തൽക്കാലം ഏതെങ്കിലും സംരക്ഷണ കേന്ദ്രത്തിലാക്കട്ടെ. എന്തായാലും ആയുഷ്കാലം അതിനെ കൊണ്ട് ജീവിക്കാൻ സാധിക്കില്ലല്ലോ. അതൊക്കെ ശരി തന്നെയാ. അവള് വലിയ ടെൻഷനിലാണ്. കൊച്ചിനെ ഒഴിവാക്കാൻ മനസ്സനുവദിക്കുന്നില്ലെന്ന്. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് നേരിട്ട് കാണാം. ശരി, പോവാം. നമ്മൾ എങ്ങോട്ടാ പോകുന്നമ്മേ? നമ്മള് ഒരു സ്ഥലം വരെ പോവാ മോളെ. അതെവിടെയാ? അധികം ദൂരത്തൊന്നുമല്ല. നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നേ? പിന്നെ അമ്മ മോളോട് ഇന്നലെ പറഞ്ഞില്ലേ അമ്മയ്ക്കൊരു ഡൽഹി യാത്രയുണ്ടെന്ന്? ഡൽഹിയിലും നമ്മൾ ഒരുമിച്ച് പോവല്ലോ. ഒരുമിച്ച് പോവാൻ പറ്റില്ല മോളെ. ടിക്കറ്റ് ഒരാൾക്കുള്ളതേ കിട്ടിയുള്ളൂ. അതെന്താ എനിക്ക് മാത്രം കിട്ടാത്ത? അത് ടിക്കറ്റ് എല്ലാം തീർന്നു പോയി മോളെ. കുറച്ച് ദിവസത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മ മോളെ ഒരു വീട്ടിലാക്കാൻ പോവാ. അമ്മയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ചേച്ചിയുടെ വീടാ. ദേ, അവിടെ മോൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കളിക്കാൻ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും. ഡൽഹിയിലെ ജോലിയൊക്കെ വേഗം തീർത്തിട്ട് അമ്മ പെട്ടെന്ന് തിരിച്ചു വരും. എന്നിട്ട് എന്റെ മോളെയും കൂട്ടിക്കൊണ്ടു പോകും. വേണ്ട അമ്മ, എന്നെയും കൂടെ കൊണ്ടുപോ. ടിക്കറ്റ് ഇല്ലാതെ എങ്ങനെയാ മോളെ കൊണ്ടുപോകുന്നേ? മോളമ്മ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, എന്നെയും കൂടെ കൊണ്ടുപോ. എന്റെ പൊന്നു മോളല്ലേ, അമ്മ പറഞ്ഞാൽ അനുസരിക്കില്ലേ? അനുസരിക്കില്ല മോളെ. അമ്മയുടെ ചക്കര മാമാട്ടിയല്ലേ. അമ്മ വിഷമിക്കണ്ട. അമ്മ പറഞ്ഞെടുത്ത് കുറച്ചു ദിവസം ഞാൻ നിന്നോളാം. പക്ഷെ അമ്മ വരണം. അമ്മ വന്നില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാതെ മരിച്ചു. അമ്മ വരും വരെ ഞാൻ ഒന്നും കഴിക്കില്ല. അമ്മ വരണം.
ഒരു സാന്ത്വനത്തിൻ